കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിലാണ് കർത്താവ് പന്തിയിരിക്കുന്നത്. എന്നാൽ കർത്താവിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തത് ഒരു സ്ത്രീയാണെന്ന് കാണാൻ സാധിക്കും. ആ സ്ത്രീ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, വിലയേറിയ തൻ്റെ സ്വച്ഛ ജടാംസി തൈലം ആ ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ച് തലമുടി കൊണ്ട് തോർത്തി കൊടുത്തതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നിരവധി കഴിവുകളൊക്കെയും തന്നിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ 8ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവൾ തന്നാൽ ആവത് ചെയ്തു. തൻ്റെ ജീവിതത്തിൽ താൻ സമ്പാദിച്ചു വെച്ച വിലയേറിയ സ്വച്ഛ ജടാംസി തൈലം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ തലയിൽ ഒഴിക്കുവാൻ അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, തന്നാൽ ആവത് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് തന്നെ അവളെക്കുറിച്ച് പറയുന്നത്, സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമുക്ക് തോന്നിയിരിക്കാം അവൾ ചെയ്തത് വളരെ ഒരു പൊട്ടത്തരമാണല്ലോ, അല്ലെങ്കിൽ എന്ത് വിഡ്ഢിത്തരമാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ കർത്താവ് പറയുന്നത്, സുവിശേഷമൊക്കെയും പ്രസംഗിക്കുന്നിടത്തോളെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തു പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളും നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളൊക്കെയും കർത്താവിന് വേണ്ടി, കർത്താവിന് തന്നാൽ ആവത് ചെയ്യുവാനായിട്ട് ഈ സ്ത്രീ ചെയ്തതുപോലെ സ്ത്രീകളായ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് ആവശ്യമാകുന്നു. അവൾ തന്നാൽ ആവത് ചെയ്തു. അതെടുത്ത് കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വേലയ്ക്ക് ഒന്ന് ചുമൽ കൊടുക്കുവാൻ നമ്മുടെ പണം, നമ്മുടെ സമയം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ നല്ല പ്രവൃത്തി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എഫെസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയാണ്, നാം ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി, സൽപ്രവൃത്തികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മടി പിടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ തന്നെ നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യുവാൻ, ഈ നേരത്തെ കേട്ടതുപോലെ ദരിദ്രനെ സഹായിക്കുവാൻ, ദരിദ്രനെ ആദരിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിൽ വിലയേറിയതാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ബാധ്യസ്ഥരാകുന്നെന്ന് കാണാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായിട്ട് തരികയാണല്ലോ. ആ ഓരോ ദിവസവും കർത്താവിന് വേണ്ടി പ്രയോഗിക്കേണ്ടത് എത്രയും ആവശ്യമേറിയ കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 25-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ്റെ അത് അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഏറ്റവും ചെറിയവരിൽ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത്. നമുക്കറിയാം, കർത്താവ് പറയുമ്പോൾ ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് കഴിക്കാൻ തന്നില്ല, ഞാൻ കുടിക്കാൻ ആഗ്രഹിച്ചു, അപ്പോൾ ഞാൻ കുടിക്കാൻ തന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ സന്ദർഭം ഏതാണെന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, നിൻ്റെ അടുക്കൽ കടന്നു വന്ന ആ നിമിഷങ്ങൾ, ആ സമയത്തൊക്കെയും എനിക്കാകുന്നു ചെയ്തത്, ചെയ്യാതിരുന്നെങ്കിൽ അത് എനിക്കാകുന്നു ചെയ്യാതിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് ഞങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ സഹായിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് പെരുമാറുമ്പോൾ അതൊക്കെയും കർത്താവിനോട് പെരുമാറുന്ന കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കഴിക്കാൻ നമ്മൾ ഭക്ഷണം ആവശ്യം വരുമ്പോൾ ആ സമയത്ത് കൊടുക്കാതിരുന്ന, കർത്താവിന് കൊടുത്തിട്ടില്ല എന്ന രീതിയിലാണ് കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെയും മറ്റുള്ളവരെ സഹായിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സൽപ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ എൻ്റെ വചനത്തിൽ നിന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 36-ാം വാക്യം.
അവിടെ നമ്മുടെ തബീത എന്നു പേരായ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവന്മാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. ഇവിടെ നമ്മൾ കാണുന്നത് തബീത എന്നു പേരായ ഒരു സ്ത്രീ. അവൾ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരിൻ്റെ അർത്ഥം പേടമാൻ എന്നാകുന്നു. അവൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. അവളെക്കുറിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് അവൾ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്ത വ്യക്തിയായിരുന്നു. അവിടെ കൂടിയിരുന്ന അവൾ മരിച്ചതിന് ശേഷം അവിടെ കൂടിയിരുന്ന വ്യക്തികൾ പറയാണ്, അവൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളൊക്കെയും കാണിച്ചുകൊണ്ട് പത്രോസിനെ കാണിച്ചതായിട്ട് നമുക്ക് കാണുന്നു. നല്ലൊരു പ്രവൃത്തി ചെയ്യുവാൻ തബീതയെ ദൈവം ബലപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആവുന്നിടത്തോളം തന്നാലാവത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ കാലങ്ങളിൽ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ ചിന്തയിൽ നിന്നിരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.